ഹലോ അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ സോറി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചോറ് ഊറ്റാൻ വന്നിക്കണേ. ഏത് ചോറാണ് നമ്മൾ ഈ ഊറ്റണത്? ഇന്നലെ ഞാനൊരു ബിരിയാണിൻ്റെ വീഡിയോ ഇട്ടിനി. കാണാത്തോലി നട്ടം തിരിഞ്ഞാണ് നിൽക്കും. ചോറൂറ്റുന്ന വീഡിയോ മറന്നുപോയി. ഞാനൊന്ന് മാളിപ്പോയി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. ഗാലറിയിൽ വീഡിയോ ഉണ്ടായിന്. ആ വീഡിയോ കൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. അപ്പോൾ വീഡിയോ കൊണ്ട് ഉപകാരമില്ലാത്ത സ്ഥിതിക്ക് യൂട്യൂബിലേക്ക് എന്തായാലും അത് ഉപകാരമാണ്. ആ സ്ഥിതിക്ക് ഞാനിങ്ങോട്ട് പോന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചോറൂറ്റി മസാലിൻ്റെ മുകൾക്ക് ചോറൂറ്റിയാണ്ട് കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, ഇടയിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് ബിരിയാണിൻ്റെ മസാല ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് നെയ്യൊക്കെ വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഒഴിച്ചെടുക്കുക. പിന്നെ അവസാനമായിട്ട് കുക്കർ അടച്ച് വെക്കുക. ഒരു വിസിൽ വന്നാൽ ഓഫാക്കി എടുക്കുക. ബിരിയാണിയുടെ റെസിപ്പിയുടെ വീഡിയോ ഇന്നലെ ഞെട്ടീനി. അതൊന്ന് പോയി കണ്ടോക്കിയാണെങ്കിൽ നല്ല അടിപൊളി റെസിപ്പി. അപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് അങ്ങോട്ട് ആവി കളയട്ടോ. ആവി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ അണ്ടിപ്പരിപ്പും ഇതൊക്കെ വറുത്ത് കോരിനി ഇതൊക്കെ ഉണ്ടായി. ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അതൊക്കെ ഇന്നലെ പറഞ്ഞാണ്. അപ്പോൾ ഈ ഒരു പൊതിക്ക് 30 രൂപയാണ്. വെറും 30 രൂപ കൊടുത്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പൊതി കിട്ടും. ഈ പൊതി ഒറ്റ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3 പീസായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ 30 രൂപയ്ക്ക് ഞാൻ വലിയ നോട്ട് ബുക്കാണ് ഈ പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. 16 നോട്ട് ബുക്ക് ഞാൻ പൊതിഞ്ഞെടുത്തു 30 രൂപയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ വലിയ പൈസ കൊടുത്തൊന്നും വാങ്ങാതെ ചെറിയ പൈസക്ക് തന്നെ നല്ല പൊതി വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ് ഞാൻ അവിടെ കാണിച്ചു നിൽക്കുന്നത്. ഇത് കണ്ട അരി ഇടുന്ന വീഡിയോ, കുക്കർ അടക്കണ വീഡിയോ, അതൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. ഈ കുക്കറൊന്നും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകും. അപ്പം നമ്മൾ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബാഗുകളും ബുക്കുകളൊക്കെ വാങ്ങാൻ നമ്മൾ പോയിനി. അപ്പോൾ പോയപ്പോൾ ഇവൾക്ക് വാങ്ങിയ ബാഗിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓളപ്പം എല്ലാ കുട്ടികളും കൂടി ഓളെ പിന്നാലെ കൂടിയിട്ട് എന്താണ് ഇതൊക്കെയെന്ന് ചോദിച്ച് ഓളങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സ്കൂബീഡൻ്റെ ബാഗ് വാങ്ങിയാൽ ഇതേപോലത്തെ ഒരു സംഭവമാണ് കിട്ടും. കുട്ടികൾക്ക് കളിച്ചാനും കളർ കൊടുക്കാനും എല്ലാ സംഗതിയും ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ ഓളെ പിന്നാലെ കൂടിയാണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചോദിച്ചാണ്. അപ്പം നല്ല ഉണ്ടല്ലേ, ഞാൻ എന്തെങ്കിലും ഒരു വോയിസ് കൊടുക്കട്ടെ കോളം കളിച്ചത്. അപ്പോൾ കണ്ടില്ലേ ബാഗ് അവിടെ ഉണ്ട്. ഇന്നലത്തെ വോയിസിന് അപ്പോൾ ഈ വോയിസ് കൊടുക്കണം അവിടെ ഉണ്ട്. അപ്പുറത്തോട്ട് പോയോക്ക്. അപ്പോൾ കണ്ട അതിൻ്റെ ഒപ്പം ഒരു ബോളും പന്തൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിബലായി എന്ന് പറഞ്ഞാൽ മതി. രണ്ട് ബാഗ് വാങ്ങി. 2 ബാഗിൻ്റെ ഒപ്പം ഇതേപോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ. അതങ്ങോട്ട് അമർത്തിയാൽ ഒരു ബോൾ അങ്ങോട്ട് പൊന്തിപ്പോവും. അങ്ങനെ തന്നെ എത്തപ്പം ഇതിനെക്കുറിച്ച് പറയാൻ കൂടുതൽ പറയാനൊന്നുമില്ല. നല്ല സൂപ്പറാണ് എന്നൊക്കെ തന്നെ പറയാമല്ലേ. ബാഗ് നിങ്ങൾ കണ്ടില്ല? സ്കൂബീഡൻ്റെ ബാഗ് നല്ല അടിപൊളി ബാഗ്. അതിൻ്റെ ഒപ്പം കിട്ടിയ ഗിഫ്റ്റ് നിങ്ങൾ കണ്ടില്ല? അതും കണ്ടു. പിന്നെ ഒരു കളറിൻ്റെ ബുക്ക് ഉണ്ട് കേട്ടോ, അത് കണ്ടു. ഇനിയിപ്പോൾ ഏതായാലും സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ബുക്ക് പൊതിനൊരു വീഡിയോയും കൂടി ഞാൻ അങ്ങോട്ട് പിടിച്ച് നോക്കിയിട്ട് കാര്യമില്ല. അന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല. കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാനങ്ങോട്ട് പുതിയ റെസിപ്പികൾ കണ്ടുപിടിച്ചണം. അപ്പോൾ ഇന്ന് എനിക്ക് പുതിയ റെസിപ്പി കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ബുക്കാണ് പോയിഞ്ഞാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പൊതി എടുത്തിട്ടുണ്ടോ. ഈ പൊതിയോണ്ട് നമ്മൾ പൊതിയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കും നമുക്ക് ഒപ്പിച്ച് പൊതിയാനുള്ള പൊതിയൊക്കെ കിട്ടും. അല്ലാതെ നമ്മൾ വലിയ പൊതിയൊക്കെ വാങ്ങിയിട്ട് അതിന് പൈസയും കൂടുതൽ കൊടുക്കണം. എന്തേ ചെയ്യൂല എന്നറിയാം. പിന്നെ അവിടെയും ഇവിടെ തിരികെ വെച്ച് കാണ്ട് ആ പീസ് വെറുതെ കട്ടിങ് പീസായി കാണ്ട് വെറുതെ ഇങ്ങനെ കിടക്കും. അതിലേറെ നല്ലത് കറക്റ്റ് അളവിൽ അങ്ങോട്ട് വാങ്ങിയെടുത്താൽ നമുക്ക് ആ കറക്റ്റ് അളവിൽ പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഒരു വേസ്റ്റ് പീസും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് കണ്ടങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 3 പീസായിട്ട് കിട്ടും. 30 രൂപക്കാണ് ഞാൻ ആ പൊതി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ 2-3 പൊതി ഞാനാണ് വാങ്ങിയിട്ടോ. എനിക്കത് വാങ്ങുമ്പോൾ അറിയില്ലേനി ഇത് 3 കട്ട് ചെയ്ത് കാണും 3 ഒരുമിച്ച് കിട്ടും എന്നുള്ള അറിയില്ലേനി. പിന്നെ ഇവിടെ വന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് സൂപ്പർ പൊതിയാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ വേഗം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, പിന്നടിക്കുക. പിന്നെ അങ്ങേ പുറത്തും മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അടിച്ച് അങ്ങനെ എളുപ്പം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പൊതിയുന്ന രീതിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് പൊതിയാൻ അറിയാത്ത കേടൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും പൊതിയാൻ അറിയും. അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ടേപ്പ് അടിച്ചെടുക്കുക. പിന്നെ അപ്പുറം ഇതേപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഈ ഭാഗമാണ് പിന്നടിച്ചത്. എന്തോ എളുപ്പത്തിലാണ് ഞാൻ പൊതിന. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ല. ഞാൻ മൂലഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കാണ് പൊതിന എന്നുണ്ടെങ്കിൽ ഉള്ളിക്കാണ് മടക്കി കൊടുത്താൽ മതി. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെയാണ് പൊന്തിച്ചെടുത്ത് കാണ്ട് ഉള്ളിക്കാണ് മടക്കി വെക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. വലിയ പൊതികളൊക്കെ വാങ്ങിയാൽ വെറുതെ വേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇനി ഈ മൂലഭാഗം നമ്മൾ മടക്കുമ്പോൾ കറക്റ്റ് അവിടെ അങ്ങോട്ട് കറക്റ്റിൽ മടക്കി പിടിച്ചിട്ട് ഒരൊറ്റ പിന്നടിച്ചൽ എന്തോരെളുപ്പം. ആ മടക്കുമ്പോൾ തന്നെ കറക്റ്റ് മടക്കുക പിന്നടിച്ചുക. എന്തോരെളുപ്പം അല്ലേ പൊതിയാൻ. നല്ല സൂപ്പറായിട്ട് പൊതിയാൻ പറ്റും. ഞാൻ എൻ്റെ ബുക്കുകൾ കുട്ടികളുടെ ബുക്കുകളൊക്കെ എനിക്ക് 4 ആൾക്കാരെ ബുക്ക് പൊതിയാണ്ടായിനി. 4 ആളുടെ ബുക്കും പൊതിഞ്ഞു. ഇനി 4 ആളത് നോട്ട് ബുക്കുകളൊക്കെ പൊതിഞ്ഞു. ഇനി പിന്നെ ടെക്സ്റ്റ് ബുക്കുകളും കുറേ പൊതിഞ്ഞു. ഇനി 2 ആൾക്ക് ചെറിയ കുട്ടികൾക്ക് 2 ആൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടാണ്ട് അത് കിട്ടിയിട്ട് പൊതിയാം. അപ്പോൾ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ആ പൊതിഞ്ഞ് വെച്ചിക്കണമൊക്കെയാണ്. ഈ 10-16 നോട്ട് ബുക്ക് വലിയ നോട്ട് ബുക്കാണ് ഈ കാണുന്നത്. നല്ല സൂപ്പറല്ലേ ഈ പൊതി. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇഷ്ടമായപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് പിടിച്ചതാണ്, നിങ്ങൾക്കും കൂടി കാട്ടിത്തരാം.
അപ്പോൾ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ്. ഇന്ന് പ്രവേശനോത്സവ സ്കൂളിൽ പരിപാടിയല്ലേ, ഇനി പരിപാടിക്ക് പൂവ് കട്ട് ചെയ്യുക, പൂമ്പാറ്റ ഉണ്ടാക്കുകയാണ് ഇവർ. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഓലോട് ഞാൻ എടുക്കാൻ പറഞ്ഞു. ഇനി ഓലാവൊന്നും എടുത്തിയില്ല. അപ്പോൾ ഞാൻ വന്ന് കണ്ട് എടുത്തതാണ് ഈ വീഡിയോ. എത്ര നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നണത്? കുറച്ച് പേപ്പർ കട്ട് ചെയ്ത് കാണും ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യണില്ലേ ഇവർ, നമുക്കൊന്നും മനസ്സിലാവണില്ല. ഇനി ഏതെങ്കിലും രാവിലെ നേരം വെളുത്ത് സ്കൂൾക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാനും പോകുന്നുണ്ട് കൂട്ടത്തിൽ. കുട്ടികളെ അങ്ങോട്ട് ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല. മുണ്ടല്ലടി കോളം കലക്കല്ല നോണുണ്ടാക്കി പറയടി, ഞങ്ങളപ്പം പോന്നില്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ അകത്തേക്ക് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? എനിക്കറിയില്ല. വീഡിയോ തലതിരിഞ്ഞ് വന്നതായിരിക്കാനാ സാധ്യത. മുണ്ടല്ലേ എഴുതാനേ അവിടെ അടി നടക്കും. എഴുതേണ്ടി വരും. എഴുതാതെ ഒന്നും പോകാൻ പറ്റില്ല. കണ്ടില്ലേ, ഞങ്ങൾ പോവുകയാണ്. ടാറ്റാ ബൈ ബൈ സി യു എന്നൊക്കെ പറഞ്ഞ്. ഇങ്ങോട്ട് വാമീനെ, അങ്ങോട്ട് പോവാമീനെ, ഇങ്ങോട്ട് വാമീനെ, അങ്ങോട്ട് പോ. എന്താ അവർ പോകാത്തത്? പഠിച്ചവനെ ഇവർ വേഗം പോയിക്കാണി. ഇതൊക്കെ ഇപ്പോൾ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളുടെ ബാഗ്? സൂപ്പറല്ലേ? പൂമ്പാറ്റ സൂപ്പറല്ലേ? തലയും മുടിയൊക്കെ സൂപ്പറല്ലേ? സൂപ്പറായിട്ട് മുടിയൊക്കെ കെട്ടി കൊടുത്തിക്കണേ ഞാൻ. സുന്ദരിയായിട്ടില്ലേ? ഇവളെന്തിനാ കറങ്ങണേ? വട്ടം കറങ്ങാൻ പറഞ്ഞപ്പോൾ ഓളോടാരെങ്കിലും നമുക്കറിയില്ല. എന്താ മീനേജ് നോക്കിക്കണേ? വേഗം പോയിക്കോളി. ഞാനും കേട്ടോ പിന്നാലെ. ഞാനും വരുന്നുണ്ട്. നടന്നോളി. ഇതൊക്കെ വെറും നാടകമാണ് കേട്ടോ. ഞാനോലൊപ്പം കൂടിയാണ്ട് വോയിസ് പിന്നെ കൊടുക്കണം. ഏതായാലും ഞങ്ങൾ സ്കൂളിലെത്തി. ഇവർ പൂമ്പാറ്റ കൊണ്ട് കുട്ടികളെല്ലാവരും നിർമ്മിച്ച പൂമ്പാറ്റകളൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ പൂമ്പാറ്റമ്മ നിർത്തിയൊക്കെ ഓരോ ഫോട്ടോ എടുത്തു. അല്ലാതെ എന്തിനാ അപ്പോൾ നമ്മൾ വെറുതെ പോയിക്കണേ. പിന്നെ നമ്മളുണ്ടാക്കിയ പൂമ്പാറ്റ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ സംഭവിച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. പൂമ്പാറ്റകൾ ഞങ്ങൾ കുറേ ഉണ്ടാക്കിയ ചെയ്യേണ്ട. ആ പൂമ്പാറ്റൻ്റെ വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിഞ്ഞ് മാറിപ്പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. വീണ്ടും സോറി ചോദിച്ചുകൊണ്ട് വീഡിയോക്ക് നമുക്ക് പോകാം. അല്ലാതെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എനിക്കിഷ്ടം കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാൻ തന്നെയാണ് എനിക്കിഷ്ടം. എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ പുതിയ റെസിപ്പി ഇങ്ങനെ കണ്ടുപിടിച്ചണം. അപ്പോൾ എനിക്ക് റെസിപ്പി കിട്ടിയില്ല. നമ്മൾ കടന്നുകാണ്ട് മേപ്പെട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് പുതിയ റെസിപ്പി കിട്ടുക. ഞാൻ ആലോചിച്ചാൽ എനിക്കൊരു സമയം കിട്ടിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ കോപ്പി അടിച്ച് കൊണ്ടുവരണം. കോപ്പി അടിച്ച് കൊണ്ടുവരുന്നതിനല്ല പ്രശ്നം. കോപ്പി അടിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. ഞാനൊരു വീഡിയോ ഇടുകയാണെങ്കിൽ എനിക്ക് ഉപകാരം ഉണ്ടാവണമല്ലോ. എനിക്ക് ഉപകാരം ഇല്ലാതെ ഞാൻ എന്തെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വേറെ ആരുടെയും കണ്ട് കോപ്പി അടിച്ച് കണ്ട് ഇട്ടാൽ എന്താ വെച്ചാൽ നമ്മളെ മാർക്ക് പോവുകയാണ്. ഒരാളത് എക്സാം എഴുതണ മാതിരി തന്നെയാണ്. ഒരാളത് അപ്പുറത്തുനിന്ന് നോക്കിയാണ് കോപ്പി അടിച്ചിട്ടാൽ യൂട്യൂബിന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മാർക്ക് പോകും. അതിനോട് ഞാൻ അങ്ങോട്ട് ആർക്കും കോപ്പി അടിച്ചാൽ പോകില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള റെസിപ്പികൾ കണ്ടുപിടിച്ചിട്ട് ഇടലാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് നേരം ആലോചിച്ച് മേപ്പെട്ടേക്കും നോക്കി ഇങ്ങനെ കണ്ണും നട്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഓരോ റെസിപ്പി കിട്ടുള്ളൂ എന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത്. അപ്പോൾ കണ്ട നമ്മൾ സ്കൂളിലെത്തിയിട്ട് ബാൻഡ് മുട്ടും എല്ലാ മേളവും ഉണ്ട് കേട്ടോ. അവിടെ എന്താ സൂപ്പറാണല്ലേ. നമ്മൾ പുല്ലൂർ GUP സ്കൂൾ പുല്ലൂരിൻ്റെ ഗ്രൗണ്ട് ഒക്കെയാണെങ്കിൽ അടിപൊളി ഗ്രൗണ്ട്, വിശാലമായ ഗ്രൗണ്ട്. പൂമ്പാറ്റകൾ മുറ്റത്ത് കൂടെ പാറി നടക്കുന്ന പൂമ്പാറ്റകളാകാനാണ് ഇവർ വന്നിരിക്കുന്നത്. പിന്നെ എന്താണ് പൂമ്പാറ്റകൾ കണ്ടില്ല, എല്ലാവരും കഴിച്ചിലും ഉണ്ട് കേട്ടോ പൂമ്പാറ്റകൾ. നല്ല സൂപ്പർ റെസിപ്പി നല്ലല്ലോ ഇപ്പോൾ ഇതിന് പറയണ്ടേ. സൂപ്പർ എന്താ പറയുക, കുട്ടികളുടെ തലയിലും പൂമ്പാറ്റ, കയ്യിലും പൂമ്പാറ്റ, ആകെപ്പാടെ പൂമ്പാറ്റൻ്റെ ഒരു കളി എന്നാണ് പറഞ്ഞാൽ മതി. എന്താ പിന്നെ പറയാനുള്ളത്? എനിക്ക് വാക്കുകളില്ല. ബോർഡുമൊക്കെ നോക്കി അങ്ങോട്ട് നോക്കിയാലും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ പൂമ്പാറ്റൻ്റെ ഒരു കളിയാണ്. ഗ്രൗണ്ടിൽ കൂടെ നോക്കിയാണെങ്കിൽ എന്തോ ഒരു ചെറുക്കില്ലേ പൂമ്പാറ്റ, വെറും പൂമ്പാറ്റകൾ, എന്തോ ഒരു ചെറുക്ക്. ഇങ്ങനെ ഒരു സ്കൂൾ ഞാൻ എവിടെ പോയിട്ടും കണ്ടില്ല. നല്ല സൂപ്പർ അടിപൊളി സ്കൂളാണ് പുല്ലൂർ സ്കൂൾ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ട് വേറെ സ്കൂൾക്കൊന്നും കുട്ടികളെ ചേർത്താൻ ഞാൻ കരുതിയിട്ടില്ല. അതിൻ്റെ അങ്ങേപ്പുറത്താണെങ്കിൽ നല്ല സൂപ്പർ അടിപൊളി പാർക്ക് ഉണ്ട് കേട്ടോ. സ്കൂളിൻ്റെ ഒരു പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള, നീന്താനുള്ള, ആടാനുള്ള, ചാടാനുള്ള, പാടാനുള്ള പാർക്കുകൾ അവിടെ ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ കുട്ടികൾ വേദിയിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂമ്പാറ്റൻ്റെ ഒരു ഡാൻസ് നല്ല സൂപ്പറായിട്ട് കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ പാട്ടും മുട്ടൊക്കെ ഇട്ടാൽ എന്താ വെച്ചാൽ എൻ്റെ മോണിറ്റേഷൻ ഓഫാകും. അതുകൊണ്ട് ഞാൻ പാറി നടക്കും പൂമ്പാറ്റേറെ പാട്ട് കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് പാട്ട്. അപ്പോൾ ആ പാട്ടിട്ടാൽ നമ്മളെ മോണിറ്റേഷൻ അവിടെ ഓഫാകും. അതുകൊണ്ട് നമ്മൾ യൂട്യൂബിന് ഈ പാട്ടും മുട്ടൊന്നും പറ്റൂല. അതുകൊണ്ട് നമ്മളെ വോയിസർ കൊടുത്തു. കുട്ടികളെ നിങ്ങൾക്ക് എന്താ പറയാല്ലേ, ഇനി നാളെ നിങ്ങൾ സ്കൂൾക്ക് പോകണ്ടോ? നാളെ സമ്മാനം കിട്ടുമല്ലോ, പോകണ്ടോ? നാളെ ഞങ്ങൾക്ക് സമ്മാനം കിട്ടും. ഇന്ന് നമുക്ക് ലഡു അല്ലേ കിട്ടിയിട്ടുള്ളൂ. 4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണേ. 4 ദിവസം കഴിഞ്ഞാൽ പാർക്ക് റെഡിയാവും. പാർക്ക് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ആടും പാടും ചാടും. പിന്നെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പിന്നെ നീന്തും. അന്നത്ത് പോകൂല, ഞങ്ങൾ 3 ആളും 4 ആളും പോകും. എല്ലാവരും പോകും. ഇങ്ങനെ ഇതേപോലെ പാറി നടക്കും. നല്ല സൂപ്പറാണ് ഈ സ്കൂൾ കേട്ടോ. പിന്നെ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ അതിൻ്റെ പാകോളം പറഞ്ഞാലും തീരൂല. നല്ല സൂപ്പർ അടിപൊളി സ്കൂളാണ്. ഞാൻ കണ്ടത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്കൂള് പുല്ലൂർ GUP സ്കൂൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പോൾ കുറേ സ്കൂൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ സ്കൂള്.
അതുകൊണ്ട് നല്ല പരിപാടി, നല്ല വിശാലമായ ഗ്രൗണ്ട് നോക്കിയാണെങ്കിൽ ഇവിടെ പന്തളി നടന്നിട്ടോ. ആ പന്തളിൻ്റെ ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇന്നലെ ഫൈനൽ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൈൻഡപ്പ് ആക്കി പോവാണ്. അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.